വയനാട് ജില്ലയിലെ ചൂരൽമലയിലാണ് ഇപ്പോഴുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ചിട്ട് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആ ചൂരൽമല ടൗണിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടം വരെ മാത്രമാണ് വാഹനങ്ങൾ അനുവദിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ വിടുന്നില്ല. ഇത് ചൂരൽമല കഴിഞ്ഞിട്ടാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നീ രണ്ട് ടൗണുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റുവാങ്ങിയത്. ഈ മലയിൽ നിന്നും ലാൻഡ് സ്ലൈഡ് ആരംഭിച്ചിട്ട് ഇങ്ങനെ സൂചിപ്പാറയിലൂടെ, കാന്തമ്പാറയിലൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരുപാട് കുടുംബങ്ങളാണ് ആ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായത്. അപ്പോൾ ഈ ടൗണിൽ നിന്നാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ചൂരൽമലയിൽ നമുക്ക് ദൃശ്യമാകുന്ന സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ മെല്ലെ ചൂരൽമല ടൗൺ വിട്ടിട്ട് ദുരന്തബാധിത പ്രദേശത്തേക്ക് പോവുകയാണ്. അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇവിടെ കേരള പോലീസിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട്. വാഹനങ്ങളൊന്നും അകത്തേക്ക് കടത്തില്ല. ചൂരൽമല മുണ്ടക്കൈ റോഡാണ്. ഇവിടെ വാഹനങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നു. അങ്ങോട്ട് പോകുന്നവരൊക്കെ സ്വകാര്യ വാഹനങ്ങളോ അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങളോ ആണ്. ഇവിടെയുള്ള ആളുകളുടെ വാഹനങ്ങൾ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടാറുള്ളൂ. ഇത് മുണ്ടക്കൈക്ക് പോകുന്ന റോഡാണ്. നമ്മളിപ്പോൾ വലത് തിരിഞ്ഞ് യാത്ര കാണാൻ ഈ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല, ഇതിൻ്റെ ബോർഡാണ് ഇവിടെ കാണുന്നത്. ഈ ബോർഡ് തന്നെ രണ്ട് കഷ്ണമായിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നതാണ്. ഇതുവഴിയാണ് വെള്ളാർമല സ്കൂളിലേക്ക് പോകേണ്ടത്. അതാണ് താഴെ വീണത്. വെള്ളാർമലയ്ക്കുള്ള വെള്ളാർമലയല്ല, ഇവിടെ ചൂരൽമലയ്ക്കുള്ള ഒരു KSRTC ബസ്സാണ് ഇപ്പോൾ വന്നത്. ഇനി നമ്മൾ മെല്ലെ മുണ്ടക്കൈ റോഡിലൂടെ പോവുകയാണ്. നമുക്കിപ്പോൾ ഇനി കാണാനുള്ളത് ആ ബെയിലി പാലമാണ്. ബെയിലി പാലം, അതിനോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കൂടി. പക്ഷേ അവിടത്തേക്കുള്ള പ്രവേശനം പോലീസ് നിരോധിച്ചിരിക്കുകയാണ്. കാരണം 100-300ഓളം ആളുകളാണ് ഇവിടെ മരിച്ചു വീണത്. പിന്നെ 100-200ഓളം ആളുകളുടെ യാതൊരു വിവരവുമില്ല. അവരൊക്കെ മണ്ണിനടിയിൽ ഉണ്ടാകുന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ എങ്ങനെയാണ് ഈ മണ്ണിനോട്, ഈ ഭൂമിയോട് പെരുമാറുന്നതെന്ന് അറിയില്ല. ആളുകൾ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അത് ചില ആൾക്കാർ ചെക്ക് ചെയ്യാൻ വരും, ചില ആൾക്കാർ പിന്നെ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ നോക്കും, 2 കടകൾ പൂർണ്ണമായിട്ടും തകർന്നതാണ്. ഇതിന് മുകളിലൂടെയൊക്കെ ഈ പിന്നെ ഉരുൾ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോയതാണ്. ഇനി കാണാൻ പോകുന്നതൊക്കെ അതിഭീകരമായ കാഴ്ചകളായിരിക്കും. ദുരന്ത സമയത്ത് ഇന്ത്യൻ ആർമി വന്നിട്ട് പണിത പാലമാണിത്. ഇതാണ് ബെയിലി പാലം. ബെയിലി പാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നിന്നും ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ തുടങ്ങും. അയ്യോ, ഇതാണ് ബെയിലി പാലം. ആർമി ഒരൊറ്റ ദിവസം കൊണ്ട് പണിതതാണ് ഈ പാലം. ഇതിലൂടെയാണ് ആ ഉരുൾ പോയത്. ഈ അരയാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാരണം ഇത് നമ്മളെ ചാനലുകളിലൊക്കെ ഈ അരയാൽ ദൃശ്യമായിട്ടുണ്ട്. അരയാലാണോ മറ്റേത് മരമാണെന്ന് അറിയില്ല. എന്തായാലും ഈ മരത്തിന് ചുറ്റിലും, ഈ മരത്തിൻ്റെ സമീപത്താണ് വലിയൊരു അമ്പലം ഉണ്ടായിരുന്നത്. ആ അമ്പലത്തിന് മുമ്പിലുണ്ടായിരുന്ന ഒരു മരമാണ് ഇപ്പോൾ കാണുന്നത്. ആ 1-2 മരങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ഒലിച്ചുപോയി. ഇതുവഴിയാണ് ആ വലിയ ഉരുൾ കടന്നുപോയത്. നോക്കൂ, ഇപ്പോഴും അടിഞ്ഞു കൂടിയിട്ടുണ്ട് അരികിൽ. നോക്കാം, മഴവെള്ളം ഒലിച്ചുപോയ സ്ഥലം. ആ ഉരുൾ ഒലിച്ചുപോയ സ്ഥലമാണ്. ഇതാ മനോഹരമായിട്ടുള്ള ഒരു പിന്നെ പുഴ, ചെറിയൊരു അരുവി. ആ വെള്ളാർമല സ്കൂളിനടുത്തുകൂടി പോകുന്നത് നിങ്ങൾ ദൃശ്യം കണ്ടിട്ടുണ്ടാവും. ആ അരുവിയാണ് ഇപ്പോഴ് ഇങ്ങനെ ചുരുങ്ങിയിട്ടുള്ളത്. ആ അരുവിയാണ് ഒരു സമുദ്രം പോലെ മാറിയത്. ഒരു ഘോരമായിട്ടുള്ള ഒരു ഒഴുക്ക്. അതിലൂടെ എത്രയോ കുടുംബങ്ങൾ ഇതിന് താഴേക്ക്
താഴേക്ക് മുകളിലോട്ടുമായിട്ടുള്ള എത്രയോ കുടുംബങ്ങളാണ് ഒലിച്ചു പോയത്. ഇപ്പോഴും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പുറത്ത് കാണാം. അവിടെ ഒരു കട അല്ലെങ്കിൽ ഒരു വീടായിരിക്കും, ഇതുപോലെ വീടായിരിക്കും. ആ വീടിന് ഇതൊക്കെ ദൃശ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ മണ്ണിനടിയിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സത്യം. ബെയിലി പാലത്തിൻ്റെ സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിന് മുകൾ വശത്തുള്ള ഒരു ദൃശ്യമാണ്. അവിടെ ഒരു JCBയിൽ പണിയെടുക്കുകയാണ്, ഹിറ്റാച്ചി പണിയെടുക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുകയാണ്. ഇത് ഏതൊരു കെട്ടിടമാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്, ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകൾ വശത്തു നിന്നാണ്, ഈ ഭാഗത്ത് നിന്നാണ് ഉരുൾ വന്നത്, ഇങ്ങനെ ഒലിച്ചു പോയതാണ്. ഈ ബെയിലിപ്പാലം കെട്ടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. എന്തൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും അല്ലേ. ഒരു കടയുടെ ഷെൽഫ്, ബെയിലി പാലം. ഇവിടെ നിന്നും അപ്പുറത്തെ കരയിലേക്ക് ഇപ്പോഴും അത്യാവശ്യം വാഹനങ്ങൾ പോകുന്നുണ്ട്. ആ വാഹനങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരുടെ വാഹനങ്ങൾ മാത്രമാണ്. ടൂറിസ്റ്റിൻ്റെ വാഹനങ്ങളൊന്നും ഇവിടെ കടത്തിവിടുന്നതല്ല. ഇത് ബെയിലി പാലത്തിലൂടെ ഒരു വാഹനം കടന്നു വരുന്നതാണ്. ഇത് വെള്ളാർമല സ്കൂളിൻ്റെ അവശിഷ്ടം എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞത്. ഇപ്പോഴും തിരയൽ ആരംഭിച്ചിട്ടുണ്ട്, വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇനിയും കിട്ടാനുണ്ട്. ഇത് ഈ കല്ലുകളൊക്കെ മുകളിൽ നിന്ന്, ആ മലയിൽ നിന്നും ഉരുണ്ട് വന്നതാണ്. ഇതാണ് ചൂരൽമല ടൗൺ. ഇപ്പോഴും ആ ചെളിവെള്ളം നിറഞ്ഞതിൻ്റെ പാട് മാറിയിട്ടില്ല. ഒരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റായിരുന്നു. എത്ര ആൾക്കാരുടെ ജീവനും അവരുടെ സ്വപ്നങ്ങളുമാണ് ആ ഉരുൾ കൊണ്ടുപോയത്. സത്യത്തിൽ നമ്മളിവിടെ വരുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നാട് മുഴുവൻ, ഒരു ചെറു പട്ടണം മുഴുവനായിട്ട് എന്താണ് ഒരു ഉരുൾ കൊണ്ടുപോവുക. ഒരു പ്രകൃതി കലിതുള്ളി വന്നപ്പോൾ എന്താണ് മനുഷ്യൻ ഇതിനിടയിൽ എത്രയും നിസ്സാരനാണെന്ന് കാണിക്കുന്ന വലിയൊരു ഉദാഹരണമാണ് ഇവിടെയൊക്കെ അത് കാണിച്ചു തരുന്നത്. വെള്ളാർമല സ്കൂളിലേക്കുള്ള യാത്രയാണ്. ഇവിടെ പോലീസ് തടയുന്നതാണ് തോന്നുന്നത്. കേരള പോലീസിൻ്റെ ഒരു ബാരിക്കേഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് സ്കൂള്. ഇവിടെയൊക്കെ നോക്കിയാൽ വെള്ളം നിറഞ്ഞതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇവിടെ വെള്ളാർമല സ്കൂളാണ്. ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഈ സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വെള്ളാർമലയിൽ ഈ GVHSS വെള്ളാർമല എന്ന സ്കൂൾ ഇപ്പോഴും മേപ്പാടിയിലാണ് വർക്ക് ചെയ്യുന്നത്. മേപ്പാടിയിൽ ഇതേ പേരിൽ തന്നെ അവിടെ മറ്റൊരു ബിൽഡിങ്ങിലാണ് ഈ സ്കൂള് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ ദുരന്തത്തിൻ്റെ എല്ലാ ആഘാതവും പേറി ഇപ്പോഴും ഒരു സ്മാരകമായിട്ട് ഈ സ്കൂൾ ഇവിടെ നിൽക്കുകയാണ്. അത് ആ കാണുന്ന മലയിടുക്കുകളിൽ നിന്നാണ് ആ ഉരുള് കലിതുള്ളി വന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ സ്കൂളും പരിസരവും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. സ്കൂള് അതിന് മുമ്പ് നിർമ്മിച്ച ഒരു ചെറിയൊരു റീൽസ് ഉണ്ടായിരുന്നു. അതിൽ എത്ര മനോഹരമായിരുന്നു ഈ സ്ഥലം എന്നുള്ളതാണ്. പ്രകൃതി വിചാരിച്ചാൽ ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്തെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എങ്ങനെയൊക്കെ മാറ്റിമറിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ചൂരൽമലയും മുണ്ടക്കയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും. ചൂരൽമലയിൽ ഒരു പള്ളിയാണ്. പക്ഷേ ഇത് അതിന് ശേഷം പുതുക്കി പണിതായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിനകത്ത് വെള്ളം കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബെയിലി പാലത്തിന് താഴെയുള്ള മറ്റൊരു ദൃശ്യമാണ്. അങ്ങോട്ടൊന്നും കടത്തിവിടുന്നില്ല. എങ്കിലും അത് ദുരന്തം എങ്ങനെയൊക്കെ ഏതൊക്കെ വശങ്ങളിൽ അഫക്റ്റ് ചെയ്തതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പല സ്ഥാപനങ്ങളിലും ഇപ്പോഴും താമസക്കാർ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരാൻ ആരും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. കാരണം കുടുംബം മൊത്തം ഒഴുകിപ്പോകുമ്പോൾ പിന്നെ ആ വീട് അനാഥമാവുക മാത്രമല്ലേ. ഇത് ബെയിലി പാലത്തിന് താഴെയുള്ള മറ്റൊരു കാഴ്ചയാണ്. ഇതൊക്കെ അടിഞ്ഞുകൂടിയതാണ്. ഇതിനടിയിൽ ഒരു പക്ഷേ എത്രയോ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. ഈ വീടുകളിലൊന്നും താമസമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ നിന്നിരിക്കുന്ന സ്ഥലമടക്കം
ഈ മഴവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ച സ്ഥലമാണ്. ഓ, ഇതൊക്കെ JCB കൊണ്ട് മാന്തി മറിച്ചിട്ടതാണ്. അടിയിൽ എത്രയോ ആളുകളെ തപ്പി നടന്ന ഒരു വല്ലാത്തൊരു ദുരന്തകാലം. ഇതൊക്കെ ഉരുൾ വന്ന് അടിച്ചു കയറിയതാണ്. ഇവിടെ ഒരു കട നടത്തുന്ന അബൂബക്കർ ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏലക്കാടായിരുന്നു. ഈ ഏലക്കാട് മൊത്തം നശിച്ചു എന്ന് മാത്രമല്ല, ഈ ഉരുൾ വന്നിട്ട് കുറേ മനുഷ്യരെയും കൊണ്ട് ഈ പ്രദേശത്തേക്കാണ് വന്നത്. നോക്കിയൊരു വാഹനം, ഏതോ ഒരു ബൈക്കാണെന്ന് തോന്നുന്നു. ബൈക്കിൻ്റെ അവശിഷ്ടമാണിത്. ഇവിടെയാണത്രേ ഒരു 66 ബോഡി ഇവിടെ നിന്നാണ് റിക്കവർ ചെയ്തത്. ഈ ഭാഗത്തൂടെയാണ് ഉരുൾ വന്നിട്ട് ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുത്തതാണ്. ഇവിടെയുള്ള മുഴുവൻ ഏലക്കാടും നശിച്ചുപോയി. ഈ വീടുകളിലൊക്കെ വെള്ളം കയറി. പക്ഷേ ഇവിടെയൊന്നും ജീവഹാനി ഉണ്ടായിരുന്നില്ല. പക്ഷേ മുകളിലുള്ള ആ ഉരുളിൽ നിന്ന് വന്നതൊക്കെ ഇവിടെയാണ് അടിഞ്ഞുകൂടിയത്. 66 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കുമല്ലേ അന്ന്. ഇവിടെ ഒന്നും ഇപ്പോൾ താമസമില്ല. ഈ സ്ഥലങ്ങളിലൊന്നും താമസമില്ല. ഇത് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആൾക്കാർ നിന്നതൊക്കെ ഓർമ്മയുണ്ടാവും. ഇവിടെ ഒന്നും താമസമില്ല ഇപ്പോൾ. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആൾക്കാർ നിന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എത്രയോ വീടുകളിൽ നിന്നുള്ള ഇത് ഫ്രിഡ്ജോ മറ്റെന്തോ ആണ്. കണ്ണാടി, ഒരു ബൈക്കിൻ്റെ മുൻഭാഗം, വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഇതാ ചെറിയൊരു ചാല് ഇതിലൂടെ വെച്ച് പോകുന്നത്. നോക്കി എത്രയോ മരങ്ങളിങ്ങനെ കടപുഴകി വന്നിട്ട് 5 or 6 അണക്കെട്ടുകൾ രൂപപ്പെട്ടെന്നാണ് വിദഗ്ധ സമിതി പറഞ്ഞത്. ഇതാ കസേരകൾ ഒലിച്ചു വന്നത് ഇവിടെ പെറുക്കി കൂട്ടിയാണ്. ഇതൊരു പക്ഷേ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. വീട്ടിൽ വെച്ച കസേര അതുപോലെ വന്നതാണ്. എത്ര മരങ്ങളാണ് കടപുഴകി വന്നത്. ഇതൊക്കെ ഇവിടെ അടിഞ്ഞു നടന്നു. നോക്കിയേ, ഈ മരമൊക്കെ ഒരു കുന്നിൽ നിറഞ്ഞു നിന്ന മരങ്ങൾ ഇങ്ങനെ കടപുഴകി ഒഴുകി വരണമെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ പിടിച്ചാലായിരിക്കും ഒരു പക്ഷേ ഈ മരങ്ങളൊക്കെ ഒരു വണ്ടിയിൽ കയറ്റാൻ പറ്റുക. അത്രയും മരങ്ങൾ ആ ഉരുളിൽ ഇങ്ങനെ വന്ന് കുത്തിയൊലിച്ച് വന്ന് ഇവിടെ അടിഞ്ഞുകൂടിയതാണ്. അപ്പോൾ എന്തൊരു ശക്തിയായിരിക്കും ആ ഉരുളിന്. നോക്കിയതാ ആ ചാലിങ്ങനെ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ. ഇതാ ആ ഉരുൾ പൊട്ടിയതിൻ്റെ ദൃശ്യം അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ മലയിൽ നിന്നാണ് ഇത് പൊട്ടി ഒഴുകി വന്നത്. നോക്കൂ, ഈ ഒരു പുഴയിലൂടെ, ഒരു ചെറിയൊരു പുഴയാണ്, പക്ഷേ ഇപ്പോൾ ഇന്നത് വലിയ ഭീകരമായിട്ടുള്ള ഒരു നാടിനെ മൊത്തം തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ഒരു വലിയൊരു കരിങ്കടൽ പോലെയാണ് ഈ പുഴയിൽ നിന്ന് കിടക്കുന്നത്. ഇതിനകത്തൊക്കെയുള്ള കല്ലുകളൊക്കെ ആ മലയിൽ നിന്ന് ഒലിച്ച് വന്ന ആ ഉരുളിൻ്റെ ബാക്കിയാണ്. നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ആ മല പൊട്ടി ഒഴുകി വന്നത് കാണാം. ചൂരൽ മല. ഇവിടെ വന്ന് ഈ വീഡിയോ പകർത്തുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒന്ന് കോച്ചി വലിക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെ താഴോട്ട് ഒഴുകിയാണ് പുഴ. എത്രയോ മൃതദേഹങ്ങൾ ഇതിനകത്തൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. എത്രയോ ആളുകളുടെ സ്വപ്നങ്ങളും അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും അവരുടെ എല്ലാ വസ്തുവകകളും ഒക്കെ ഒലിച്ചു പോയ സ്ഥലമാണിത്. അങ്ങ് ദൂരെ ചെറുതായിട്ട് വെളുത്ത് കാണുന്നൊരു സ്ഥലം, അവിടെയാണ് ഉരുൾ ആരംഭിച്ചത്. അവിടെ നിന്ന് പൊട്ടിയിട്ട് ഒഴുകി വന്നതാണ്. പിന്നീട് ഒരുപാട് ഈ മരങ്ങളൊക്കെ അതിനോടൊപ്പം ചേർന്ന്, മരങ്ങൾ പുഴക്ക് ക്രോസായി നിന്ന് അതിന് മുകളിൽ മണ്ണൊക്കെ അടിഞ്ഞ് വെള്ളം സംഭരിച്ച് ഇങ്ങനെ അണക്കെട്ടുകൾ രൂപപ്പെട്ട് 5 or 6 അണക്കെട്ടുകൾ രൂപപ്പെട്ടാണ് ഈ പുഴയിലൂടെ ഇങ്ങനെ താഴോട്ട് പോയത്. അങ്ങനെ അണക്കെട്ടുകൾ എന്താണ്, ആ പ്രകൃതി തന്നെ തീർത്ത അണക്കെട്ടും പ്രകൃതി ഒരുക്കിയ ആ ദുരന്തവും അതിനോടൊപ്പം വന്ന അണക്കെട്ടും ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടി.
അങ്ങനെയാണ് ഈ 300-400ഓളം വരുന്ന ആളുകൾ, 500ഓളം, ഒരുപക്ഷെ 500ഓളം. കാരണം അബൂബക്കർ ചേട്ടൻ പറഞ്ഞത് ബംഗാളികൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്കൊക്കെ ഒന്നും കണക്കില്ലല്ലോ. അതുകൊണ്ട് സർക്കാരിൻ്റെ കണക്കിൽ 10-50ഓളം പേര് മാത്രമാണെങ്കിലും ഒരുപാട് പേരിപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ്. അപ്പോൾ അത്രയും ആളുകളുടെ ജീവനും ജീവിതവും അവരുടെ സ്വപ്നങ്ങളും എല്ലാ ആശയും അഭിലാഷവും ഒക്കെ തകർത്തെറിഞ്ഞ ഒരു ദുരന്ത ഭൂമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഇനി എങ്ങനെ ഈ പുഴ മുണ്ടക്കൈ വഴി താഴോട്ട് സൂചിപ്പാറ, കാന്തമ്പാറ, ചാലിയാറിലേക്ക് എത്രയോ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി. അവസാനം ചാലിയാറിൽ നിന്ന് എത്രയോ പേരെ കിട്ടി. അതും ദിവസങ്ങളെടുത്ത് മാസങ്ങളെടുത്ത് കിട്ടിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ ഭൂമിക്കടിയിൽ ഇപ്പോഴും എത്രയോ ആളുകൾ കുടുങ്ങിക്കിടപ്പണം തന്നെയാണ് ആളുകൾ സംശയിക്കുന്നത്. ഇതൊരു ദുരന്ത ഭൂമി തന്നെയാണ്. പക്ഷെ അത് അവരുടെ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ചൂരൽമല മുണ്ടക്കൈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സുരേന്ദ്രൻ ബെത്തൂർപ്പാറ.